നമസ്കാരം. UPSC കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 എന്നൊരു വർഷം കഴിയാറായി, ഒരു മാസം കൂടിയുള്ളൂ. ജനുവരി പകുതി ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രിലിംസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തി. മെയ് 25-ാം തീയതി പ്രിലിംസിൻ്റെ പരീക്ഷ എത്തി. ഇനിയുള്ള നിങ്ങളുടെ ഈ 6 മാസത്തെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ നമ്മുടെ കൂടെ പങ്കുചേർന്നത് ഐലൻഡ് ടീമാണ്. ഐലൻഡ് ഡയറക്ടേഴ്സ് ഉണ്ട്, TJ സർ, ഡയസ് സർ, ഷിനാസ് സർ. എവരിബഡി മോസ്റ്റ് വെൽക്കം ടു UPSC കേരള. സോ എനിക്ക് ഷിനാസ് സാറിൻ്റെ അടുത്താണ് ആദ്യം ചോദിക്കാനുള്ളത്. 6 മാസമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ ഇത്ര നാളത്തെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. പലരും പേടിക്കുന്നുണ്ട്, നല്ല ടെൻഷൻ ഉണ്ടാവും. എത്രമാത്രം പേടിക്കണം ഇനി? പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 6 മാസത്തെ ഒരു ഫൈനൽ 6 മന്ത്സിലേക്ക് എത്തുമ്പോഴത്തേക്കും നല്ല ടെൻഷൻ ഉണ്ടാവാനുള്ള സമയമാണ്. പക്ഷേ ടെൻഷനെക്കാട്ടി ഉപരിയായിട്ട് നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട പീരീഡാണിത്. കാരണം ടെൻഷൻ അടിച്ച് കളയേണ്ട ഒരു പീരീഡ് അല്ല, എങ്കിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ഒന്ന് ആക്സലറേറ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ട ടൈമും കൂടെ. ഇത്ര നാളും നമ്മൾ ഓപ്ഷൻസും അതുപോലെ GSന് വേണ്ടിയുള്ള മെയിൻസിലൊക്കെ ടോപ്പിക്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പതുക്കെ നമ്മൾക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ളത് ഓപ്ഷൻസ് ഒന്ന് സൈഡിലേക്കാക്കി നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് കുറേ കൂടി ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിട്ടുണ്ട്. മാത്രമല്ല പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് തിരിയുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കണ്ടന്റിനെക്കാട്ടി ഉപരിയായിട്ട് നിങ്ങൾ എടുക്കുന്ന ടെസ്റ്റുകൾ, നിങ്ങൾ ആ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ അത് സോൾവ് ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ എബിലിറ്റി, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു പീരീഡിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഭയം വേണ്ട, പക്ഷെ ജാഗ്രത വേണം തന്നെ. ഓക്കെ, ഫൈൻ. ഈ ഒരു ഭയം ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുടെ മുന്നത്തെ പ്രിപ്പറേഷൻ, അതാണ് മെയിൻ റീസൺ. നമ്മൾ UPSC കേരളയിൽ ഈ ഇടയ്ക്ക് ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല സബ്ജക്ട്സിൽ കണ്ടന്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ടു എ ഡിസപ്പോയിൻമെൻറ്റ്, ജോഗ്രഫിയൊക്കെ അത്യാവശ്യം കുറേ പേർക്ക് എളുപ്പമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്ന ചില സബ്ജക്ട്സ് എക്കണോമിക്സ്, ആർട്സ് ആൻഡ് കൾച്ചർ എന്താണ് തുടങ്ങിയിട്ട് പോലുമല്ലോ പലരും, ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി. അപ്പോൾ ഇങ്ങനത്തുള്ള സബ്ജക്ട്സ് ഒക്കെ ഇനി കണ്ടന്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടോ, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് എങ്ങനെ കണ്ടന്റ് ബിൽഡ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ അഭിപ്രായം എന്താണ്? സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. സത്യത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ പ്രകാരം നമ്മളൊരു ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്ത്, അപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് നമുക്കറിയാം ഒരു വീക്കിൽ ഒരു ടെസ്റ്റാണുള്ളത്. അപ്പോൾ ആ 1 വീക്ക് ഈസ് മോർ ദാൻ ഇനഫ് ടു കവർ എ സബ്ജക്റ്റ്. ഇപ്പം മിക്കപ്പോഴും ഹിസ്റ്ററി സബ്ജക്റ്റിനാണ് കൂടുതൽ കണ്ടന്റ് ഉള്ളത്. ഹിസ്റ്ററി സബ്ജക്റ്റിന് ആക്ച്വലി കൂടുതൽ ടെസ്റ്റുകളും ഉണ്ടാവും. ഇപ്പം ആൻഷ്യൻ മീഡിയയിൽ ഒരു ടെസ്റ്റ് ഉണ്ടാവും, ആർട്ട് ആൻഡ് കൾച്ചറിന് ഒരു ടെസ്റ്റ് ഉണ്ടാവും, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും. 3 വീക്കുണ്ട്. 3 വീക്ക് ഈസ് മോർ ദാൻ ഇനഫ്. നിങ്ങൾ കൃത്യമായി അത് ഫോളോ ചെയ്യണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ടെസ്റ്റുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക, ആ വീക്കിൻ്റെ ആക്ടിവിറ്റി കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു 2 months മുന്നേ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷനും ടെസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 2 months നമുക്ക് ഫുൾ ടെസ്റ്റുകൾ ചെയ്യാനും പറ്റും. ഇതിലൊരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ തന്നെയാണോ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കുട്ടി ഒന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ഓരോ കുട്ടികളുടെ സ്ട്രെങ്ത് ഡിഫറെന്റ് ആണ്. സർവേയിൽ തന്നെ പല കുട്ടികളും പല രീതിയിലല്ല ഒപ്പീനിയൻ പറയുന്നത്. എക്കണോമിക്സിലൊക്കെ ടഫ് പറയുന്ന ധാരാളം കുട്ടികളുണ്ട്. പലർക്കും എക്കണോമിക്സ് ഭയങ്കര ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എക്കണോമിക്സ് എന്നുള്ള ചോദ്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കൂടുതൽ സമയം അതിന്റെ കൺസെപ്റ്റൽ ക്ലാരിറ്റി കൊടുക്കണം. മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ടൈം ലൈൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൈം ലൈൻ വെച്ചുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റും. ജോഗ്രഫിയിലേക്കും അതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സബ്ജക്റ്റ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് A to Z പഠിക്കുകയല്ല. യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദാറ്റ് കൺസെപ്റ്റൽ ക്ലാരിറ്റി. പിന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ ആ ഒരു ടൈം ലൈൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ബേസിക് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുക, സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പം ഐ തിങ്ക് ഈ എൻറ്റയർ ആയിട്ട് കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വാശി പിടിക്കാതെ ഇങ്ങനെ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി എഫക്റ്റീവ്ലി അത് അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനും ഓരോ നേച്ചറുണ്ട്. അപ്പോൾ എനിക്ക് ആ നേച്ചർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം പലപ്പോഴും നമ്മൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ആ ആപ്റ്റിറ്റ്യൂഡിന് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്നിടത്തായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഇപ്പോൾ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സയൻസ് സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എക്കണോമിക്സും അതുപോലെ നമ്മുടെ ജോഗ്രഫിയൊക്കെ എളുപ്പമായിരിക്കും. അതേസമയം അവർക്കായിരിക്കും ഹിസ്റ്ററിയിലേക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസ്. അതേസമയം ചില സ്റ്റുഡൻസ് നേരെ തിരിച്ചായിരിക്കും. പിന്നെ നമ്മുടെ ഒരു ഇൻഡിവിജ്വലി നമ്മുടെ ഒരു മൈൻഡ് സെറ്റും ഉണ്ട്. നമ്മൾ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടാവും അയ്യോ ഇത് പാടാണ്, അത് പാടാണ്. ചിലപ്പോൾ നമ്മളൊന്ന് നല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കാണത്തുള്ളൂ. ഇനിയൊരു കാര്യം, ഇതിൽ പ്രിലിംസിൽ നമ്മൾ GSനെ കുറിച്ചെല്ലാം പറയുമ്പോൾ മറ്റൊരു ഏറ്റവും ഡിഫിക്കൽട്ട് ഏരിയ, പേടിപ്പെടുത്തുന്ന സാധനം CSAT ആണ്. CSAT-നകത്ത് മാത്സും ഡിഫിക്കൽട്ടാണ്, അതേപോലെ തന്നെ
കോംപ്രിഹെൻഷൻ ഡിഫിക്കൽട്ട് ആണെന്ന് അത്യാവശ്യം പേര് പറഞ്ഞിട്ടുണ്ട്. സോ CSAT എങ്ങനെ ടാക്കിൾ ചെയ്യണം? എനിക്കൊന്ന് CSATൽ നമുക്ക് വേണ്ട ഒരു ഫസ്റ്റ് റിയലൈസേഷൻ എന്ന് പറയുന്നത് CSAT സംതിങ് ദറ്റ് ഇസ് സീരിയസ്. അതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു റിയലൈസേഷൻ. കാരണം ഒരു കാലഘട്ടം ഫുള്ളും നമ്മുടെ സിവിൽ സർവീസ് സർക്കിളിൽ ഒരു നറേറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്വാളിഫയിങ് പേപ്പറാണ്, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, ലാസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം ഈവൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, ഈവൻ ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾ പോലും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് UPSC ഈ പേപ്പർ ഭയങ്കരമായിട്ട് ടഫ് ആക്കാൻ വേണ്ടി തുടങ്ങിയത്. എന്നിട്ട് ഈവൻ മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, തോൽക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് തിങ്, ദിസ് ഈസ് എ വെരി സീരിയസ് പേപ്പർ എന്ന റിയലൈസേഷനാണ് എന്ത് ആദ്യം നമുക്ക് വേണ്ടത്. സെക്കൻഡ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ടെസ്റ്റ് സീരീസ് നടത്തും. ആ ടെസ്റ്റ് സീരീസിൻ്റെ സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് നമ്മൾ മാത്സിനോ റീഡിങ് കോംപ്രിഹെൻഷനോ വീക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ് സെൽഫ് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ പെർസെൻറ്റേജസ് പഠിക്കുകയാണ്. പെർസെൻറ്റേജസിൻ്റെ ഫണ്ടമെൻറ്റൽസ് നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ എന്തിലേക്ക് പോകാൻ, പ്രോബ്ലത്തിലേക്ക് പോകാൻ. കാരണം UPSCയുടെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ വളരെ ബേസിക്സ് അറിഞ്ഞുകൊണ്ടുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, UPSC ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വി നീഡ് ടു ആക്സെപ്റ്റ് ദിസ് ഇസ് സംതിങ് സീരിയസ്. സെക്കൻഡ്, it's very important that we need to make our fundamentals strong. Third, it's very important that we need to regularly practice. എന്നിട്ട് നമ്മൾ ടെസ്റ്റൊക്കെ എടുക്കുമ്പം നമ്മൾ ഒരു ബോർഡറിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല നോക്കണ്ടേ, നമുക്ക് 66 മാർക്സ് മതി പാസ്സാകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ് ഒരു 75-80 മോർ ദാൻ ദാറ്റ് വരുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കാരണം എല്ലാ വർഷവും UPSC ഒരു എന്തെങ്കിലും രീതിയിൽ ഒരു അൺസർട്ടനിറ്റി ഇൻഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷനിലായിരിക്കും, ചിലപ്പം മാത്സിലായിരിക്കും, ചിലപ്പോൾ മാത്സ് കാറ്റിൻ്റെ അതിലും ഡിഫിക്കൽട്ട് ലെവലിലായിരിക്കും പോവുക. അപ്പം തോക്കുന്ന ഒരു വർഷം വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ സേഫായിട്ട് എല്ലാ ടെസ്റ്റിലും ഒരു 75+ അൺകണ്ടീഷണലി വരുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻ പോവാം. ഇതിലൊരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാനുള്ളത് എന്താണെന്നറിയോ, ഇപ്പം ഞാൻ ആ 2 സ്റ്റേജ് കണ്ട ഒരാളെന്ന രീതിയിൽ, അത് ഞാൻ എഴുതി തുടങ്ങുന്ന അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ തുടങ്ങുന്ന വർഷത്തിൽ അന്ന് CSAT പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഞാൻ CSAT പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പേപ്പറിലാണ് ആദ്യത്തെ പരീക്ഷ എഴുതുന്നത്. അപ്പം അതിനു മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ ഫേസിൽ CSAT ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം CSAT എന്ത് ചെയ്തിട്ടുണ്ട്, അത് ക്വാളിഫയിങ് അല്ല, അത് ശരിക്കും എന്താണ് പ്രിലിംസിൽ അതിൻ്റെ മാർക്ക് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. സോ എവരിബഡി ടേക്സ് ഇറ്റ് വെരി സീരിയസ്ലി. പിന്നെ ഈ പ്രൊട്ടസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെ കൊണ്ട് അവസാനം ഗവൺമെൻറ് അതിൽ നിന്നൊന്ന് ബാക്കിലേക്ക് മാറിയിട്ട് CSAT ക്വാളിഫയിങ് ആക്കി. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ ഫേസിൽ CSAT ക്വാളിഫയിങ് ആക്കി ഇനിഷ്യൽ ഫേസിൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പേപ്പർ വാസ് ബിറ്റ് ഈസി. അപ്പോൾ അതുകൊണ്ട് തന്നെ 66 മാർക്ക് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ഇനിഷ്യലി. പക്ഷേ UPSC ശരിക്കും ഈ പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം തന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ ഇവർക്ക് വേണം എന്നുള്ളത് കൊണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ ക്വാളിഫയിങ് ആക്കിയപ്പോഴത്തേക്കും ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ UPSC തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, UPSC wanted to make that paper difficult so that getting 66 mark is not that easy. അപ്പോൾ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മാത്രമാണ് ആ 66ലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. അപ്പം നമ്മൾ ആ ഫേസസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ തുടക്കത്തിൽ ക്വാളിഫയിങ് ആക്കിയ സമയത്ത് പേപ്പർ എളുപ്പമായിരുന്നു. അപ്പോൾ പിള്ളേർ ഏതെങ്കിലും ഒരു പോർഷൻ, അതായത് ഒന്നെങ്കിൽ CSAT ഒന്നെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് പേപ്പർ ക്ലിയർ ചെയ്യുമായിരുന്നു. പതുക്കെ അത് പോരാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മാത്സ് മാത്രമല്ല, മാത്സ്, മെൻ്റൽ എബിലിറ്റി, ക്വാണ്ടിറ്റി, ആ ഒരു പോർഷനും അതുപോലെ തന്നെ കോംപ്രിഹെൻഷനും ഒരുപോലെ തന്നെ നമ്മൾ എഫക്റ്റീവ്ലി നോക്കിയാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ വി നീഡ് ടു ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് സീരിയസ്ലി ബിക്കോസ് UPSC ഹാസ് ടേക്കൻ ഇറ്റ് വെരി സീരിയസ്ലി. സോ വി ഷുഡ് ഫോളോ ദാറ്റ്. ആൻഡ് ടീച്ചർ പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, എവരിബഡി തിങ്സ് ദാറ്റ് ദ ക്വാളിഫയിങ് മാർക്ക് ഇസ് 66.66. നോ, യു ഷുഡ് തിങ്ക് ദാറ്റ് ദ ക്വാളിഫയിങ് മാർക്ക് ഇസ് 75 മാർക്സ് ഓർ 80 മാർക്സ്. എന്നിട്ട് അത് എയിം ചെയ്തിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഇറ്റ് ബിക്കംസ് ബിറ്റ് മോർ ഈസിയർ ഫോർ ദ സ്റ്റുഡൻസ്. Aim at the sun, at least you will follow the moon എന്ന് പറയുന്നത്. ഇനി CSATും GSും കഴിഞ്ഞാൽ പിന്നെയുള്ള മറ്റൊരു ഏരിയ കറണ്ട് അഫയേഴ്സ് ആണ്. ഇവരെ അറിയാലോ, കൺസിസ്റ്റൻസിയാണ് ആസ്പിറൻസിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂസ്. അപ്പോൾ കൃത്യമായിട്ട് പത്രം വായിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ കമ്പൈലേഷൻസ് നോക്കിയിട്ടുണ്ടാവില്ല, മാഗസീൻസ് റെഫർ ചെയ്തിട്ടുണ്ടാവില്ല, കുറേ കറണ്ട് അഫയേഴ്സ് വിട്ടുപോയി. ഇനി എന്ത് ചെയ്യും? അതാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത്. കറണ്ട് അഫയേഴ്സ് അഗെയിൻ നമ്മൾ കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ന്യൂസ് പേപ്പർ കൃത്യമായി വായിക്കുമ്പോഴാണ് നമ്മളതിനെ കുറച്ച് ചിന്തിക്കുന്നതും നമ്മളുടെ അതൊന്ന് കുറച്ചൊന്ന് ഇൻറ്റേർണലൈസ് ആകണം. നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് മെമ്മറൈസ് ചെയ്യല്ല, മറ്റ് എക്സാമുകൾക്ക് അത് ഓക്കെ ആയിരിക്കാം, പക്ഷേ കുറേയൊക്കെ ഇൻറ്റേർണലൈസ് ചെയ്യണം. പിന്നീട് മെയിൻസിനും ഇത് വേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻ്റർ കണക്ഷൻസ് മേക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് വെരി 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 മസ്റ്റ്.
ഇനിയിപ്പം ചിലപ്പം ചിലർ ന്യൂസ് പേപ്പർ വായിക്കുന്നു പ്ലസ് കമ്പൈലേഷൻ ഫോളോ ചെയ്യുന്നുണ്ടാവും. ന്യൂസ് പേപ്പർ നോട്ട് മേക്ക് ചെയ്തില്ലെങ്കിൽ പോലും ന്യൂസ് പേപ്പർ വായിക്കണം, ദാറ്റ്സ് വെരി മസ്റ്റ്. ഇനി നമുക്ക് എക്സാം ഫോക്കസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പലപ്പോഴും നമുക്ക് കമ്പൈലേഷൻ യൂസ് ചെയ്യാം. ആൻഡ് ന്യൂസ് പേപ്പർ വായിച്ച ഒരാൾക്ക് കമ്പൈലേഷൻ വായിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഡയറക്റ്റ്ലി കമ്പൈലേഷനിലേക്ക് പോകുന്നതിന് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ടല്ലോ, നമുക്ക് ഇത് കറണ്ട് അഫയേഴ്സിന് മാത്രമുള്ള ടെസ്റ്റുകളുണ്ട്. അത് പ്രിലിംസിന് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി അതും സഹായിക്കും. അപ്പോൾ ന്യൂസ് പേപ്പർ പ്ലസ് പ്രിലിംസ് കമ്പൈലേഷൻ പ്ലസ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രിലിംസ് ടെസ്റ്റുകളുണ്ടല്ലോ, സെഷണൽ ടെസ്റ്റുകളുണ്ടാവും. അങ്ങനെ ഒരു 2 മാസത്തിൻ്റെ 3 മാസത്തിൻ്റെയൊക്കെ ടെസ്റ്റുകളുണ്ടാവും. അതും കൂടെ എടുത്ത് അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് സെറ്റാണ്. ഡയസ് പറയുന്നതിനോടൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി, അപ്പം ഡയസാർ അതിൻ്റെ ഒരു കണ്ടൻസ് സൈഡാണ് മെയിനായിട്ട് എംഫസൈസ് ചെയ്തത്. പക്ഷേ കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പം നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇനീഷ്യലി നമ്മുടെ ഈ മോക്ക് ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളും എടുക്കുമ്പം ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വി നീഡ് ടു ബി റിയലി ബോൾഡ് ആൻഡ് വി നീഡ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് ഗസ്സസ്. കാരണം നമ്മൾ എത്രയൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിച്ചാലും UPSC നമ്മൾ കണ്ടിട്ടില്ലാത്ത ലിറ്ററേച്ചറിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ഇല്ലാത്ത ലിറ്ററേച്ചറിൽ നിന്ന് ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സ്കീമായിരിക്കും ചിലപ്പോൾ UPSC എൻ്റെ വേറൊരു ഡയമെൻഷൻ എന്ത് ചെയ്യും അവിടെ ചോദിക്കാം. അത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ വായിച്ചിട്ടുണ്ടാവണം നിർബന്ധമില്ല. അപ്പം അങ്ങനെ ഒരു ചോദ്യം വരുമ്പം നമ്മൾ ഡയസാർ പറഞ്ഞ പോലെ നമ്മുടെ ന്യൂസ് പേപ്പറിലും ബാക്കി നോർമലായിട്ടുള്ള കണ്ടന്റിൽ വായിച്ച കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു കാൽക്കുലേറ്റഡ് ഗസ് എടുക്കാൻ നമ്മളൊരു ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം. അത് ചിലപ്പോൾ നമുക്ക് തെറ്റാം. പക്ഷേ നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകളിൽ നമ്മൾ ആ ചാൻസ് എടുത്ത് എന്തുകൊണ്ട് തെറ്റിയെന്ന് ഇൻട്രോസ്പെക്ട് ചെയ്താൽ ആ കാൽക്കുലേറ്റഡ് ഗസ് ചെയ്യുന്ന ആ ഒരു തോട്ട് പ്രോസസ് നമ്മൾ കറക്റ്റ് ചെയ്യും. കാരണം ഞാൻ വെറ്ററൻസിനെ പലപ്പോഴും കണ്ടിട്ടുള്ളത് അവർക്ക് നമ്മുടെ അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോളേജോ അവർക്ക് ഈ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനെ പോലെ ഫുൾ മെറ്റീരിയൽ എങ്ങനെ അവർ ഫോളോ ചെയ്യണമെന്ന് എന്തില്ല നിർബന്ധമില്ല. എങ്കിലും അവർക്കൊരു നാക്കുണ്ട്. ഇത്രയും നാളത്തെ അവിടെ അക്യുമുലേറ്റഡ് നോളേജ് വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാൻ സാധ്യത കുറവാണ് എന്ന് അവർക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ട്. അത് ഈ ഒരു കാൽക്കുലേറ്റഡ് ഗസ്സിങ് ആൻഡ് കറക്ഷനിലൂടെ അവരെന്ത് ചെയ്യുന്നതാണ്, ഡെവലപ്പ് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് വി നീഡ് ടു ടേക്ക് ചാൻസസ് ആൻഡ് വി നീഡ് ടു ഇൻട്രോസ്പെക്ട് ഹൗ അവർ തോട്ട് പ്രോസസ് വെന്റ് റോങ്. അത് കണ്ടന്റ് കാരണമാണോ അതോ ഞാൻ ആലോചിച്ച രീതിയിൽ പറ്റിയ തെറ്റാണോ? ഇതിൽ ഒരു പ്രിപ്പറേഷൻ സൈഡിൽ ഒരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, സാധാരണ കുട്ടികൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഈ ബാക്ക്ലോഗ് പിടിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ചെയ്യരുത്. ശരി, ദ ബെസ്റ്റ് വേ ടു സ്റ്റാർട്ട് കറണ്ട് അഫയേഴ്സ് റീഡിങ് ഈസ് ടുഡേ. ഇന്നത്തെ പത്രം തൊട്ട് വായിച്ചു തുടങ്ങുക. നമ്മൾ ബാക്ക്ലോഗ് പഠിക്കാൻ പോകുമ്പോൾ ബാക്ക്ലോഗും തീരത്തില്ല, ഇന്നത്തേലും എത്തത്തില്ല, ഇന്നത്തെ വീണ്ടും ബാക്ക്ലോഗ്. ലീവ് ദ പാസ്റ്റ്. നമുക്കത് കവർ ചെയ്യാനായിട്ട് വേണമെങ്കിൽ കമ്പൈലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാം. പക്ഷെ ന്യൂസ് പേപ്പർ ഡയസാറ് ന്യൂസ് പേപ്പർ വായിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ ഞാൻ ജനുവരി 1 തൊട്ടുള്ള ന്യൂസ് പേപ്പർ എടുത്ത് അല്ലെങ്കിൽ ജൂൺ 1 മുതലുള്ള ന്യൂസ് പേപ്പർ ഇല്ല. നിങ്ങളിത് കാണുന്ന ദിവസം ഇന്ന ദിവസം തൊട്ട് യു സ്റ്റാർട്ട് റീഡിങ് ദ ന്യൂസ് പേപ്പർ, മുന്നോട്ട് വായിച്ചോളെ. പിന്നീടുള്ള ബാക്കിലേക്കുള്ള ന്യൂസ് പേപ്പർ വായിക്കാൻ നിൽക്കില്ല, അവിടെ നമുക്ക് കമ്പൈലേഷൻസ് തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ ടീച്ചർ സാർ പറഞ്ഞൊരു പോയിന്റിലൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും എന്തിനാണ് ഈ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ്. എല്ലാവരുടെയും വിചാരം നമ്മുടെ കണ്ടന്റ് ശരിയായിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. അല്ല, കണ്ടന്റ് ശരിയാവുന്നപ്പോഴാണ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പഠിച്ച സംഭവങ്ങൾ ഇന്റേണലൈസ് ചെയ്തിട്ട് അത് വെച്ച് നമ്മളൊരു ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കത്തില്ലേ, ആ നമ്മുടെ അപ്രോച്ച് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ആക്ച്വൽ UPSC എക്സാമിനേഷൻ നോക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് റിസ്ക് സ്റ്റുഡൻസ് ആർ ഡൂയിങ് റൈറ്റ് നൗ. അവർ ഈ അപ്രോച്ച് എപ്പോൾ ചെയ്യും, ആക്ച്വൽ എക്സാമിനേഷന് പോയി ചെയ്യും, എന്നിട്ട് പൊട്ടും. ഇല്ല, ടെസ്റ്റ് സീരീസിൽ ചെയ്യൂ, നിങ്ങളുടെ അപ്രോച്ച് നോക്കൂ, അപ്രോച്ച് തെറ്റുന്നുണ്ടോ എന്ന് റിവ്യൂ ചെയ്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും കറണ്ട് അഫയേഴ്സ് ഏത് ടെസ്റ്റ് ആക്കട്ടെ, കറണ്ട് അഫയേഴ്സ് അതായത് ആ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഉത്തരം ശരിയായത് എങ്ങനെയാണ്, ഉത്തരം തെറ്റിയത് എങ്ങനെയാണ്. കാരണം നമ്മൾ കണ്ടന്റ് വെച്ച് മാത്രമല്ല ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്, നമ്മൾ ചിന്തിച്ചത്. ഇപ്പം എയും ബിയിലും നമ്മൾ ഷോർട്ടായി, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നപ്പം എയും ബിയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ഞാൻ എ കുത്തി കറക്റ്റായി, പിന്നെ നമ്മൾ ആ ഉത്തരത്തിലേക്ക് നോക്കാറില്ല. പക്ഷെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് നോക്കണം, എന്തുകൊണ്ടാണ് ഞാൻ എ ചിന്തിച്ചത്, ഓക്കെ അപ്പോൾ ആ ചിന്ത ശരിയാണ്, പേ കറക്റ്റാണ്, ഇതുപോലെ വന്നാൽ നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റാക്കി. നമ്മൾ ബി കുത്തി, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ബി കുത്തിയത്, ബി എല്ലായിരുന്നല്ലോ കുത്തേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വീണ്ടും പോയിട്ടൊന്ന് അനലൈസ് ചെയ്തില്ലേ, അപ്പോഴാണ് ടീച്ചർ സാറ് പറഞ്ഞതുപോലെ നമുക്ക് അപ്രോച്ച് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആ റെക്ടിഫൈ ചെയ്യുമ്പോഴും അവിടെയും ഇത് ചെയ്യുന്ന കുട്ടികളുണ്ട് കേട്ടോ. അവിടെയും കുട്ടികൾ വരുന്ന മിസ്റ്റേക്ക്, ദേ ഓൾറെഡി ട്രൈ ടു ഗോ ആൻഡ് റിവ്യൂ ദ ക്വസ്റ്റ്യൻസ് വിച്ച് ദേ മേഡ് റോങ്. ഇല്ല, നമ്മൾ ശരിയാക്കിയ ഉത്തരവും നമ്മൾ നോക്കണം, എന്തുകൊണ്ട് നമ്മളിത് ശരിയാക്കി, നമ്മൾ നേരെ ചിന്തിച്ചിട്ടാണ് ഇത് ശരിയാക്കിയത്. അപ്പം നമുക്ക് അത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഡേറ്റ ഫീഡ് ചെയ്യുന്നത് പോലെ
അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തത് ഏതാന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്, തെറ്റായിട്ടുള്ള സാധനം മനസ്സിലാക്കുക. ഇത് കുറേ തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ടീച്ചർ പറഞ്ഞ പോലെ ആ വെറ്ററൻസിന് ഒരു ചോദ്യം കിട്ടുമ്പോൾ തന്നെ ഇത് തെറ്റാവാനാണല്ലോ സാധ്യത. അത് അവനാ ടീച്ചർ ഒരു ഇൻഡ്യൂഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. ഞാൻ ആ ഇൻഡ്യൂഷനെക്കാട്ടി ഉപരി ഇറ്റ് ഈസ് ദെയർ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് ഓവർ ദ പീരീഡ്. ഇത് പോസിബിൾ ആണ്, ഒരു ഫസ്റ്റ് ടൈമറും പോസിബിൾ. എന്ത് ചെയ്യണം? അവൻ ടെസ്റ്റുകൾ എടുത്തോണ്ടേയിരിക്കണം, പേപ്പർ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. ഓക്കെ, ഇനി നമ്മുടെ GS1 GS2 പേപ്പറും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് അനദർ എനിമി. ആ സർവേയിൽ ആക്ച്വലി കൊടുത്തിരിക്കുന്ന ഒരു കുട്ടിയെ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഷീ സെഡ് ദാറ്റ് ടൈം ഇസ് ദ ബിഗ്ഗസ്റ്റ് എനിമി. സമയം പലർക്കും നമുക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് 24 hours ആണെങ്കിലും പലർക്കും പല രീതിയിലാണ്. കുറേ പേര് പ്രൊഫഷണൽ ആയിരിക്കും, അതായത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും. ചില ആസ്പിറൻസിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. കുറേ കോഴ്സുകൾ പോയി എടുക്കുക, എന്ത് ചെയ്യണം ഒരു കൃത്യമായ ഒരു ഇത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. സോ ടൈം മാനേജ്മെൻറ്റ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ ടൈം മാനേജ് ചെയ്യാം? ഇനിയുള്ള 6 മാസം എങ്ങനെ ടൈം മാനേജ് ചെയ്ത് പോകണം? എൻ്റെ എക്സ്പീരിയൻസിൽ റാങ്ക് ലിസ്റ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ അവരുടെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ദേ നോ ദംസെൽഫ്. മനസ്സിലായോ? അതായത് അവർ പലപ്പോഴും വേറെ ആൾക്കാരുടെ സ്ട്രാറ്റജി ഇതൊക്കെ കോട്ട് ചെയ്യുന്നതിന് പകരം അവർക്ക് അവരെ അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അവർ പറയും, ഇപ്പം അവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നറേഷൻ പോകുന്നത്, എനിക്ക് എക്കണോമിക്സിൽ ഈ ഏരിയയിൽ ഭയങ്കര വീക്കായിരുന്നു, ആ ഏരിയയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എൻ്റെ മാർക്ക് കുറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ഏരിയയിൽ ഞാൻ എന്ത് ചെയ്തു, ഈ മെറ്റീരിയൽസ് വായിച്ചു, ഞാൻ മെൻറ്ററിനെ റെഗുലറായിട്ട് കാണുമായിരുന്നു. സോ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു നിമിഷം ഇരുന്നിട്ട്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ്, നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായി, എവിടെയാണ് എൻ്റെ സ്ട്രോങ് ഏരിയാസ്, എവിടെയാണ് എൻ്റെ വീക്ക് ഏരിയാസ് എന്ന് നമ്മൾ ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യണം. പല ആൾക്കാരും ഓരോ അറ്റംപ്റ്റും അതായത് ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റ് തേർഡ് അറ്റംപ്റ്റ് ഒക്കെ ഒരേപോലെ അപ്രോച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്താ ചെയ്തത് അത് തന്നെ സെക്കൻഡിൽ ചെയ്യും, സെക്കൻഡിൽ എന്താ ചെയ്തത് അത് തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് ചില ഏരിയ നമ്മൾ സ്ട്രോങ് ആയി, ചെറിയ ഏരിയ നമ്മൾ വീക്കായിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വി നീഡ് ടു ക്ലിയർലി ഐഡൻറ്റിഫൈ വേ വി ആർ സ്ട്രോങ്, വേ വി ആർ വീക്ക്. എന്നിട്ട് സ്ട്രോങ് ആയിട്ട് ഏരിയാസ് നമ്മൾ അധികം എഫേർട്ട് ഇടണ്ട, അത് നമ്മൾ ടെസ്റ്റും ബാക്കി കാര്യങ്ങളും കൊണ്ട് മാനേജ് ചെയ്യാം. വീക്ക് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് എഫേർട്ട് ഇടണം. പല ആൾക്കാരും നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പം വീണ്ടും നമ്മൾ സ്ട്രോങ് ഏരിയാസ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് ഭയങ്കര കറക്റ്റുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ കുട്ടികളെ കണ്ടിട്ടുണ്ട്, ടീച്ചർ ഈ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം ആദ്യം എടുക്കുന്നത്. പൊളിറ്റി കംഫർട്ടബിൾ ആയിട്ടുള്ള പൊളിറ്റിയിൽ തന്നെ തുടങ്ങും, വീണ്ടും പഠിച്ചു തുടങ്ങുമ്പോൾ പഠിച്ച കാര്യം തന്നെ പിന്നെയും പഠിക്കുന്നത്. നമ്മുടെ ഒരു കോഗ്നേറ്റീവ്, നമ്മളെ തന്നെ ഒരു വെച്ചാൽ നമുക്കൊരു കോഗ്നേറ്റീവ് ബയസ് ഉണ്ട്, നമുക്ക് അറിയാവുന്നത് പിന്നെയും വായിക്കാനായിട്ട്. ആ സംഭവമാണ് ഇപ്പോൾ ടീച്ചർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ പ്രശ്നം അറിയാം, ഹീസ് പുട്ടിങ് എഫേർട്ട്, ബട്ട് ഹീസ് പുട്ടിങ് എഫേർട്ട് ഓൺ തിങ്സ് വിച്ച് ഹീ നോ, അറിയാവുന്നതിലേക്ക് തന്നെ. അറിയാമല്ലത് ഇപ്പോഴും സ്റ്റിൽ ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കുക. അത് അഡ്രസ് ചെയ്യാത്തടത്തോളം കാലം ആ ടീച്ചർ സെഡ് ഹീസ് നോട്ട് ഐഡന്റിഫൈങ് ഹിംസെൽഫ്. So that is one crucial element. So first thing when it comes to time management, we need to clearly sit and identify ഞാൻ എവിടെയാണ് വീക്ക്, എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. അല്ലാതെ വേറൊരാളുടെ പ്ലാൻ ഞാൻ കോപ്പി അല്ല ചെയ്യുന്നത്. കാരണം ഞാൻ യുണീക്കാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ. അതിന് നമുക്ക് മെൻറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം ഞാൻ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കയറുന്ന ഒത്തിരി ഇപ്പം റുമേസ ഫാത്തിമ ആണെങ്കിലും വിനീതാണെങ്കിലും ശൈലേഷ് ആണെങ്കിലും ഇവർ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതിലും കൂടുതൽ സമയം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മെൻറ്റേഴ്സ് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന തോട്ട് പ്രോസസ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അവർ അവരുടെ റിക്വയർമെൻറ്റ്സിന് വേണ്ടി ട്യൂൺ ചെയ്യാനും നോക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ട്യൂണിങ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് ഇൻഫർമേഷൻ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എനിക്കെവിടെയാണ് വീക്ക്, ആ വീക്കായിട്ടുള്ള ഏരിയാസിൽ ഞാൻ ഏത് സബ്ജക്റ്റ് പഠിക്കണം, അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രോങ് ആയില്ലോ എന്ന് ഒരു ടെസ്റ്റിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കും എന്ന് എനിക്ക് വേണ്ടി ഒരു കസ്റ്റമൈസ് പ്ലാൻ ഒന്നില്ലെങ്കിൽ ഞാൻ തന്നെത്താനം അല്ലെങ്കിൽ മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം. ഇനി അടുത്തൊരു ചോദ്യമുള്ള ഡയസാറിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ഇപ്പോൾ പ്രിലിംസിൻ്റെ സീസണാണ്, നാട്ടിലെങ്ങും PTS തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പെർഫെക്റ്റ് PTSനായിട്ടുള്ള കീ കോമ്പണൻസ് എന്തൊക്കെയായിരിക്കും? ഒബ്വിയസ്ലി ഒരു പെർഫെക്റ്റ് PTSൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പണൻറ്റ് ഏറ്റവും നല്ല നിയർ UPSC എക്സ്പീരിയൻസ് നൽകുന്ന ടെസ്റ്റുകൾ തന്നെയാണ്. അതായത് നമുക്ക് ആക്ച്വൽ UPSC എടുക്കുന്ന അതേ ഫീല് കിട്ടണം. കുറേ ചോദ്യങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട് പഠിച്ചതിൽ നിന്ന് കിട്ടണം. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് ചിന്തിച്ചൊക്കെ നമ്മളുടെ നോളേജ് അപ്ലൈ ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾക്ക് കിട്ടുന്നു. അപ്പം നമുക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലാവുന്നു, ഓക്കെ എനിക്ക് ശരി ഉത്തരം എത്തി, പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. ഇനി ചില ചോദ്യത്തിൽ നമ്മൾ 50-50 കിടക്കുന്നു, കൺഫ്യൂഷൻ അടിക്കുന്നു, അത് നമ്മളൊരു റിസ്ക് ഒക്കെ എടുത്ത് ഒരു ലോജിക്കൊക്കെ വെച്ചിട്ട് ഒരു ചോദ്യത്തിലേക്ക് എത്തുന്നു. ഇനി കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുന്നു.
എക്രോസ് ദ സബ്ജക്റ്റ് ഇതുണ്ടായിരിക്കണം. ഓരോ സബ്ജക്റ്റിനും വ്യത്യാസമുണ്ട് എന്നാണ് ഇതിൻ്റെ നേച്ചറിനൊക്കെ. ആ സാധനങ്ങൾ വളരെ കൃത്യമായിരിക്കും. എക്കണോമിക്സിൽ കുറേ ഫാക്ടർ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയർ UPSC എക്സ്പീരിയൻസ് അല്ല. അവിടെ നല്ല കോൺസെപ്ഷ്യൽ ക്ലാരിറ്റിയും ഇൻ്റർ കണക്ഷനും കറണ്ട് അഫയേഴ്സും ഒക്കെയാണ് ചെക്ക് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനത്തെ നിയർ UPSC എക്സ്പീരിയൻസ് നൽകുന്ന ഒരു നല്ല ടെസ്റ്റ് തന്നെയാണ് ഒരു IPTസിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും പ്രധാന കമ്പോണൻറ്റ്. സെക്കൻഡ് കമ്പോണൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ആൻസർ കീ. കൃത്യമായി എങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് എത്തിയത്, എന്തുകൊണ്ട് ഇത് ശരിയായി, എന്തുകൊണ്ട് മറ്റ് ഓപ്ഷനുകൾ തെറ്റി എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ. അതിൻ്റെ അകത്ത് ഇപ്പോൾ അപ്രോച്ച് സെഷനൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് അതിലേക്ക് എത്തേണ്ടത്, അത് എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ ഫസ്റ്റ് അറ്റൻഡേഴ്സ്. കാരണം അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിലുള്ള എക്സാമിലേക്ക് എക്സ്പോസ്ഡ് ആകുന്നത്. അപ്പം അവർക്കത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ അപ്രോച്ച് സെഷൻ പോലത്തെ എങ്ങനെ നമ്മൾ ഈ ഉത്തരത്തിലേക്ക് എത്തി എന്നത് കൃത്യമായിട്ടുമാണ്. പിന്നെ ഒബ്വിയസ്ലി ഓരോ സബ്ജക്റ്റിൻ്റെയും സ്ട്രാറ്റജി സെഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റിൻ്റെ നേച്ചർ ഒരു സ്റ്റുഡൻറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കൃത്യമായിട്ട് ഓക്കെ ഈ സബ്ജക്റ്റിൻ്റെ നേച്ചർ ഇതാണ്, ഇവിടെ ഇതിൽ ഈ ഏരിയയിൽ ഫാക്ച്വൽ നോളജ് വേണം, ഈ കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യണം, ഇവിടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം, ഇവിടെ ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പം അത് ഓരോ സബ്ജക്റ്റിനും മാറി മാറി വരും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ സബ്ജക്റ്റിൻ്റെ ഫോക്കസ് ഏരിയാസ്. UPSCക്ക് ഒരു ടെൻഡൻസി ഉണ്ട് അവിടെ ഇവിടെ. കാരണം നമുക്കറിയാം പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രോഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആയിരിക്കും ഒരു ഫുൾ വലിയൊരു സബ്ജക്റ്റിൻ്റെ സിലബസ്. അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം എവിടെ നിന്നാണ് UPSC ചോദിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ PYQയിലൂടെ പോയി നമുക്ക് ഫോക്കസ് ഏരിയാസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഈ ഏരിയ പഠിക്കണം. ഓക്കെ, ഇപ്പം ബേസിക് എക്കണോമിക്സ് ആണെങ്കിൽ ഓക്കെ 8 ഏരിയാസ് ഉണ്ട്, ആ 8 ഏരിയ പഠിക്കണം. അപ്പോൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ നേച്ചറും ഫോക്കസ് ഏരിയാസും, പിന്നെ പുതിയ ട്രെൻഡുകൾ. UPSC ഇങ്ങനെ പതിയെ രീതിയിൽ പതിയെ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് കയറി പോകാൻ നോക്കും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു ഇതുവരെ ചോദിക്കാത്തൊരു ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദിക്കും. അപ്പം മേ ബി ഇപ്പം ഒരു വർഷം നമുക്കറിയാം അഗ്രികൾച്ചർ 11-12 ചോദ്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നത്തെ വർഷം ഒരു 2-3 ചോദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം അപ്പം അഗ്രികൾച്ചർ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് കൂടുതൽ പഠിക്കുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അതിലേക്ക് എത്തും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ടെസ്റ്റ് സീരീസ്. അപ്പം നമ്മുടെ ടെസ്റ്റ് സീരീസുകളിൽ അതൊക്കെ വരണം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാൻ ഇപ്പോൾ ഹ്യൂമൻ ജോഗ്രഫി കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല, ആകെ റിസോഴ്സ് മാത്രമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2023 ട്രാൻസ്പോർട്ടേഷൻ ചോദിച്ചു, 2024 ട്രാൻസ്പോർട്ടേഷനും പോപ്പുലേഷനും ചോദിച്ചു. അപ്പോൾ അതിനർത്ഥം ഹ്യൂമൻ ജോഗ്രഫി വേണം ഇനി അടുത്ത കൊല്ലം കൂടുതൽ ചോദ്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആ ട്രെൻഡുകളെ മനസ്സിലാക്കുന്ന ഇങ്ങനെ എല്ലാ ടെസ്റ്റുകൾ, ആൻസർ കീ, സ്ട്രാറ്റജി സെഷൻ, പിന്നെ സബ്ജക്റ്റുകളുടെ നേച്ചർ മനസ്സിലാക്കുന്ന അത് PYQ ബേസ്ഡ് സ്ട്രാറ്റജി സെഷൻസ്. പിന്നെ ഒബ്വിയസ്ലി സ്റ്റുഡൻസിന് ഏറ്റവും പേടി തോന്നുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കറണ്ട് അഫയേഴ്സ്, അതിന് സ്പെഷ്യൽ സപ്പോർട്ട് വേണം. അതിന് റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടെസ്റ്റ് സീരീസ് ആയിരിക്കണം. എസ്പെഷ്യലി ഫസ്റ്റ് അറ്റൻഡേഴ്സിനൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പേടിച്ചു പോകും, ഒരു വർഷം മുന്നത്തെ കാര്യം മുഴുവൻ പഠിക്കണം. അവർ ചിലപ്പം പലപ്പോഴും ചോദിക്കും അതിന് മുന്നത്തെ വർഷത്തെ പഠിക്കണമെന്നൊക്കെ ചോദിക്കും. അതൊക്കെ അവരെ ഒന്ന് സഹായിക്കണമെങ്കിൽ നല്ല കറണ്ട് അഫയേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇതിൽ നല്ലൊരു ടെസ്റ്റ് സീരീസ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം തന്നെയാണ് ഐലൻഡ് IPTസിനും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരു നല്ല ടെസ്റ്റ് സീരീസിനെ ഓക്കെ, ഒരു നല്ല ടെസ്റ്റ് സീരീസ് മാത്രം ഉണ്ടായാൽ പോരാ, നല്ലൊരു സ്റ്റുഡൻറ്റ് കൂടി ഉണ്ടായിരിക്കണം. അതായത് നല്ല സ്റ്റുഡൻറ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് an aspirant should have that faith in that test series and should be ready to take that test very consistently. അതായത് ഇപ്പം ടെസ്റ്റ് സീരീസ് നമ്മൾ പെർഫെക്റ്റ് ആക്കുമ്പം അതിനിപ്പുറ സൈഡിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ തക്കവണ്ണം ഒരു ഓപ്പൺ മൈൻഡോടുകൂടി അതിൻ്റെ ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യാൻ തക്കുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല, ഒരു കീൻ ആസ്പിരന്റ് ഉണ്ടായിരിക്കണം. ഐ തിങ്ക് ദാറ്റ് കീൻ ആസ്പിരന്റ് മേക്ക് ദാറ്റ് ടെസ്റ്റ് ദ പെർഫെക്റ്റ് വൺ. ഒരു IPTസിനെ പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഇപ്പുറത്തൊരു നല്ല കീൻ ആസ്പിരന്റ് ആയിരിക്കണം. ഐ തിങ്ക് വൺ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ദാറ്റ് കീൻ ആസ്പിരന്റ് ഷുഡ് ഹാവ് ഈസ് ദാറ്റ് he should be ready to learn from the test series rather than just to test where he stand. ഇതിൽ നിന്നും കൂടെ പഠിക്കാനായിട്ട് പറ്റണം. ഇതിൽ അവൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ അപ്രോച്ചുകളൊക്കെ അവൻ റിവ്യൂ ചെയ്യാനായിട്ട് അവന് പറ്റണം. അപ്പം അവൻ്റെ ആ ലേണിംഗ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അവൻ മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് അവൻ ആ ടെസ്റ്റ് സീരീസ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. സോ ദാറ്റ് ആസ്പിറന്റ് ഓൾസോ പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ ദർ. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു സാധനം, ഇപ്പം എന്താണ് ഒരു നല്ല ടെസ്റ്റിൻ്റെ കോമ്പോണൻസ് എന്ന് ചോദിച്ചല്ലോ. ഇവിടെ കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണൊരു മോശം ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൊണ്ട് എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. അതായത് നമ്മൾ ഐലൻഡ് ഫസ്റ്റ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആയിരുന്നു. അപ്പം അന്ന് സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഞാനാണ്. അപ്പം
നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസ് അതുപോലെ UPSC വന്നു. അതൊരു NFC ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ ചോദിച്ചു, ഇതെങ്ങനെയാണ് സാറേ ഇത് പ്രെഡിക്റ്റ് ചെയ്തത്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ എൻ്റെ സത്യം എന്താണ്, ചക്കിട്ടപ്പോൾ മുയൽ വീണതാണ്. ഇറ്റ്സ് പ്യുവർലി എ മാറ്റർ ഓഫ് വാട്ട് കോയിൻസിഡൻസ്. എനിക്കിനി അടുത്ത വർഷം ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പിന്നെ അതുപോലെ വെർബാറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് ഇറ്റ്സ് പ്യുവർലി എ മാറ്റർ ഓഫ് ചാൻസ്. അപ്പം ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് പറയാണ്, കഴിഞ്ഞ വർഷം UPSC വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്, ഈ വർഷവും ഇങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫോൾസ്. ഓക്കെ, അപ്പം അങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, വീരാതിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിലിംസ് പാസ്സാവാൻ ഫണ്ടമെൻറ്റൽസ് സ്ട്രോങ് ആയിരിക്കണം. അത് ഡയസ് സാർ നേരത്തെ പറഞ്ഞ പോലെ റെഗുലറായിട്ട് ടെസ്റ്റ് സീരീസ് എടുക്കണം. അല്ലാതെ പാറ്റേൺ മാച്ചിങ്, ജാതക നോട്ടം, ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, ഇതിൽ നടക്കില്ല. മനസ്സിലായി? സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് എ ടെസ്റ്റ് സീരീസ് നീഡ് ടു ബി വാട്ട് എക്സ്ട്രീംലി സ്ട്രോങ്. ആക്ച്വലി ഐലൻഡ് IPTSനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു 6 കൊല്ലം മുമ്പ് 2018 സാർ ആക്ച്വലി ചെയ്ത ഈ ഒരു വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ സ്ക്രീനിലൊന്ന് പ്ലേ ചെയ്യാതെ. Yeah, we're incorporating something called an approach strategy. Now, what is meant by approach strategy? See, every year there are certain students who have a knack to qualify prelims examination. They have a way of lateral thinking that helps them to eliminate the wrong options. So what we'll be doing is that in our research and analysis wing, we have certain students who have been continually qualifying prelims. So what we'll be doing is that their way of thinking or their way of approaching a question, their way of eliminating an option, that thought process, we'll try to capture it and give it to you in the approach strategy. So after every test, along with the discussion, you'll be giving a detailed key. In this, it will have 3 aspects. One, the detailed solution of that question, plus some additional information, also an approach strategy, so you can make calculated selection of the. അപ്പോൾ ഈ ഒരു വീഡിയോ 2018 ആക്ച്വലി പബ്ലിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ ദാറ്റ്സ് ഹൗ യു ബ്രോട്ട് ദ IPTS. വാട്ട് യു തിങ്ക്, ഇത്രയൊരു ജേർണിയിൽ നോക്കി കാണുമ്പോൾ വാട്ട് യു തിങ്ക്? അതായത് നമ്മൾ 2015 ഐലേൺ തുടങ്ങിയത്. അപ്പം നമ്മുടെ ഫസ്റ്റ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രിലിംസ് സീരീസ് ആയിരുന്നു. അപ്പോൾ പ്രിലിംസ് സീരീസിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ അന്ന് ആസ്പിറൻസ് ആയിരുന്നു. അപ്പം അന്ന് ട്രിവാൻഡ്രത്ത് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ഒരു ക്വാളിറ്റി ടെസ്റ്റ് അന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. ക്വാളിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന പല ബേസിക് റിക്വയർമെൻറ്റ്സ്, അതായത് UPSC മോഡലുള്ള ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡിസ്കഷൻ, അത് കഴിഞ്ഞ് കീസ്, മനസ്സിലായി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തില്ലായിരുന്നു, അന്ന് മാർക്കറ്റിലില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തത്. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ ആ ഒരു പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടായത്. പിന്നെ ഈ ഒരു വീഡിയോയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ഇപ്പം നമ്മളൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സിലാണല്ലോ, അപ്പം നമ്മളൊക്കെ ഒരു പോയിന്റിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഇസ് ഓൾ അബൌട്ട് കണ്ടന്റ്. മനസ്സിലായി? പക്ഷെ പിന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു വലിയ അവയർനെസ് കിട്ടിയത്, പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഇസ് നോട്ട് അബൌട്ട് കണ്ടന്റ്, ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആവണം. ദെൻ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് വാട്ട്, ഇറ്റ് ഈസ് അബൌട്ട് ദ ഹാവിങ് ദ റൈറ്റ് തോട്ട് പ്രോസസ്. അതായത് പരീക്ഷ പാസ്സാവുന്നവർക്കും തോൽക്കുന്നവർക്കും ഉള്ള കണ്ടന്റ് മോറലെസ് എന്താണ്, സെയിം ആണ്. വ്യത്യാസം വരുന്നത് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം എങ്ങനെ ആലോചിക്കുന്നു. അപ്പം അവിടെയാണ്, അപ്പം ഈ ഒരു ഇൻസൈറ്റ് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ്, rather than just giving the answer key, we thought that we'll also share how toppers are thinking when it comes to approaching prelims paper. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു അപ്രോച്ച് സെഗ്മെന്റ് കൊണ്ടുവന്നത്. അപ്പം ഒരു കീ കൊടുത്തിട്ട് അതായത് ഇയർ ആഫ്റ്റർ ഇയർ പാസ്സാവുന്ന ആൾക്കാർ ആ ക്വസ്റ്റ്യൻ കാണുമ്പം എങ്ങനെ ആലോചിക്കുന്നു എന്നത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അപ്രോച്ച് സെഗ്മെന്റ് കൊണ്ടുവന്നത്. അപ്പം അതാണ് ആ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് എ ഹ്യൂജ് ഹിറ്റ് അമംഗ് ദി സ്റ്റുഡൻസ്. കാരണം ടോപ്പർ എങ്ങനെ ആലോചിക്കുന്നു. ഇപ്പോൾ പല ടോപ്പേഴ്സും, ഇപ്പം ഡയസാർ ആക്ച്വലി എന്താണ്, ഒരു പ്രിലിംസ് എക്സ്പേർട്ടാണ്. ഡയസാറിൻ്റെ കയ്യിലൊരു ഒരു UPSC ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ ഡയസാർ ഒരു പ്രിപ്പറേഷൻ ഇല്ലെങ്കിലും ഡയസാർ സോൾവ് ചെയ്യും. കാരണം ഡയസാർ അതിനെ ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണ്. മനസ്സിലായത്? ഇതിങ്ങനെ ആകുമ്പം ഇത് വരാൻ വേണ്ടി സാധ്യതയില്ല, അല്ലെങ്കിൽ ഞാൻ മുന്നേ ഇങ്ങനെ ഒരു സാധനം വായിച്ചിട്ടുണ്ട്, അതും ഇതും കൂടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ശരിയാവത്തില്ല. അപ്പോൾ ആ തോട്ട് പ്രോസസ്സ് ക്രാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ദാറ്റ് ക്യാൻ ഓൺലി കം വിത്ത് വാട്ട്, പ്രാക്ടീസ് ആൻഡ് സിറ്റിംഗ് വിത്ത് ദ മെൻറ്റേഴ്സ് ആൻഡ് കറക്റ്റിംഗ് അവർ തോട്ട് പ്രോസസ്. ഇനി ഞാൻ ഇതൊക്കെ പറയുമ്പം മറ്റേ കാര്യം വേണ്ടില്ല, ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽസ് എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഫണ്ടമെന്റൽസ് ഡയസാർ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വായിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്
നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആവുന്ന ന്യൂസ് പേപ്പർ, നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആവുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും കമ്പൈലേഷനിൽ കവർ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ ഫണ്ടമെന്റ്സ്. ദെൻ ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് പ്രാക്ടീസ്. ഇതിലൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഇറ്റ്സ് ഫ്രം മൈ എക്സ്പീരിയൻസ് ഓൾസോ. ഞാൻ എൻ്റെ പ്രിലിംസ് അറ്റംപ്റ്റ്സ് കൊടുക്കുന്ന സമയത്ത് അന്ന് CSAT ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ CSAT റിലേറ്റീവ്ലി കോൺഫിഡൻ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രിലിംസ് പ്രിപ്പറേഷൻ ഞാൻ അങ്ങനെ ഒത്തിരി ടെൻസ്ഡ് ആവാറില്ലായിരുന്നു. ആൻഡ് യൂസിങ് ദറ്റ് CSAT മാർക്സ് ഐ യൂസ് ടു ക്ലിയർ പ്രിലിംസ് ഓൾസോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ 2015 ലാസ്റ്റ് ടൈം എഴുതുന്നത്, ഇവൻ 2016 പ്രിലിംസിലാണെന്ന് തോന്നുന്നു. ഡയസും നസീഫും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻ്റ് ഉണ്ട്, ഇവർ രണ്ടുപേരും പ്രിലിംസ് എഴുതിയതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡയസും നസീഫും കൂടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ട്, ഇവർ ഡിസ്കസ് ചെയ്യുന്നതും ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്ന നമ്മൾ എനിക്കൊന്നും ആദ്യം മനസ്സിലാകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അതിന് ഉത്തരവല്ല പറയുന്നത്, ഇവരത് എങ്ങനെയാണ് ചിന്തിക്കുക. അവർ പറഞ്ഞു ഇതിങ്ങനെ വന്നപ്പം അത് തെറ്റാന്ന് എനിക്ക് തോന്നി, അപ്പം അതുകൊണ്ട് അത് തെറ്റായതപ്പം ഞാൻ ഇതിങ്ങനെ എഴുതി. അപ്പോൾ മറ്റേ പറഞ്ഞു ഇതിങ്ങനെ ചിന്തിച്ചാലും കിട്ടുമല്ലോ. കാരണം നസീഫ് ഇസ് ഓൾസോ വെരി ബ്രൈറ്റ്. അപ്പം ഞാൻ അവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ അപ്രോച്ചുകൾ ഇങ്ങനെ പറഞ്ഞ് കളിക്കുന്നതാണ്. സോ ഈ അപ്രോച്ച് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞ ഒരു ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് സീൻ വാട്ട് ദ ടോപ്പേഴ്സ് ഹാസ് ബീൻ ഡൂയിങ്. കാരണം ടോപ്പേഴ്സ് തിങ്ക് ചെയ്യുന്ന പ്രോസസ്സ്, ആ തോട്ടല്ലേ, ആ തോട്ട് നമുക്ക് പേപ്പറിലേക്ക് കൊണ്ടുവരാൻ നോക്കിയതാണ് യഥാർത്ഥത്തിൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഹാസ് ആക്ച്വലി മെയ്ഡ് എ ഹ്യൂജ് ഹിറ്റ് അമോങ് ദ പീപ്പിൾ ഓൾസോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം ഷനാസ് സാറിൻ്റെ അടുത്താണ്. ഇപ്പോൾ ആക്ച്വലി IPTS കൺസെപ്ച്വലൈസേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി IPTSൽ കറൻ്റ്ലി കൊണ്ടുവന്നിട്ടുള്ള ഇന്നോവേഷൻസ് എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ആസ്പിറൻറ്റ് സർക്കിളിലുള്ള ഒരു കറണ്ട് റെലവൻസ് എന്തൊക്കെയാണ്? അപ്പം ഫസ്റ്റ് ഒരു കാര്യം തന്നെ എനിക്ക് ഈ അപ്രോച്ച് സെഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതിന് ഒരു ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഹെൽപ്സ് എ ഫസ്റ്റ് ടൈമർ ഓൾസോ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ എ ടോപ്പർ ഇസ് തിങ്കിങ് ലൈക്ക് ദാറ്റ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്കൊന്ന് 2017-18 പീരീഡിൽ നമ്മളത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇനിഷ്യലി UPSCക്ക് ഡീറ്റെയിൽ ആൻസർ കീ പല ടെസ്റ്റ് സീരീസിലും ഡീറ്റെയിൽ ആൻസർ കീ ഇല്ലായിരുന്നു. കീ എന്ന് പറയുന്നത് മോറോർലെസ് ഇറ്റ് ഇസ് ലൈക്ക് കുറേ ഡേറ്റ വെക്കുമായിരുന്നു. ഇപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും വി മെയ്ഡ് ഇറ്റ് ഷുവർ ദാറ്റ് വൈ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്, വൈ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് മോഡൽ ടെസ്റ്റ് എടുക്കുന്നത്, ഒരേ സമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ടെസ്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻ. പിന്നെ ഇന്റലിജന്റ് നോളജ് അപ്രൈസർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അതിന് ഇക്കാന്ന് വിളിക്കുന്നത്. ബേസിക്കലി നിങ്ങൾ ഓരോ സെഗ്മെന്റിലും എന്തുമാത്രം ചോദ്യങ്ങൾ എഴുതുന്നു അതനുസരിച്ചിട്ട് നിങ്ങളുടെ പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം പൊളിറ്റി നമ്മൾ സബ് ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ പേപ്പർ എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓരോ സബ് ടോപ്പിക്കുകളിലുള്ള നിങ്ങളുടെ നോളജ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുന്നു. ഈവൻ ഇതൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പൊളിറ്റി പഠിച്ചിട്ടുണ്ട്, പക്ഷെ പൊളിറ്റിയിൽ അവൻ തെറ്റിക്കുന്നുണ്ട്. എവിടെ തെറ്റിക്കുന്നു, എന്തുകൊണ്ട് തെറ്റിക്കുന്നു, അപ്പം എവിടെ തെറ്റിക്കുന്നു എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവൻ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവൻ എല്ലാ കുട്ടികൾക്കും ഇതേ ഈ ടോപ്പറിന്റെ ലെവലിൽ ചിന്തിക്കാൻ പറ്റണമെന്നില്ലല്ലോ. വി ഷുഡ് അസിസ്റ്റ് ദം. നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഓൺ ദ ബേസ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹി ഹാവ് മെയ്ഡ് റോങ് ആൻഡ് ഹി ഹാസ് മെയ്ഡ് കറക്റ്റ്, വി ക്യാൻ ടെൽ ഹിം ദാറ്റ് ഇതൊക്കെ നിനക്ക് കുറച്ച് സ്ട്രോങ് ആണ്, ഇതൊക്കെ നിന്റെ വീക്ക് ഏരിയാസ് ആണ്. ഇപ്പം ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് ഒരു അനാലിസിസ് കുട്ടിക്ക് കിട്ടുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മൾ ടോപ്പറും ചിന്തിക്കുന്നവർ ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്, ബട്ട് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികൾക്കും ടോപ്പർ ചിന്തിക്കുന്നവർ ചിന്തിക്കാൻ പറ്റണമെന്നില്ല. ഇറ്റ് ടേക്ക് സം ടൈം. അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് സബ് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് അവന് ചോദ്യങ്ങൾ എല്ലാ ഡൊമൈനും ചോദ്യങ്ങൾ കൊടുത്തിട്ട് അവനെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അവന് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് for some time, and that's something that we have been continuing also. And that is also very crucial with respect to every student. ഇപ്പം ടെസ്റ്റ് എടുക്കുന്ന ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ആ ടെസ്റ്റ് എടുക്കുന്ന പ്രോസസ്സ് ടോപ്പർ തിങ്ക് ചെയ്യുന്നത് പോലെ തിങ്ക് ചെയ്യുക, അപ്രോച്ച് മനസ്സിലാക്കുക, ഡീറ്റെയിൽ ആൻസർ കീ നോക്കുമ്പോഴത്തേക്കും വെറുതെ കുറെ കണ്ടന്റ് കിട്ടുന്നതിന് പകരം ആ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ശരി തെറ്റെന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുക. പിന്നെ നമ്മൾ ഓവർ ദി പീരീഡ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓൾവേസ് മെയ്ഡ് ഷുവർ ദാറ്റ് ആ UPSCയുടെ പാറ്റേണായിട്ട് മാക്സിമം ചേർന്ന് നിൽക്കാൻ നോക്കുന്നുണ്ട്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറും UPSC ഇടാൻ അതായത് UPSCയുടെ പേപ്പറിനൊപ്പം എത്തത്തില്ല. UPSCയുടെ പേപ്പർ വേറെ ലെവൽ, UPSC ഗോട്ട് ലെവലാണ്, നമ്മളൊക്കെ ഇവിടെ നിൽക്കാൻ. അത് നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് ആസ്പയർ ചെയ്തിട്ട് മാക്സിമം ഇതിലേക്ക് എത്താനായിട്ടുള്ള എഫേർട്ട് ഇടാൻ. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ബീൻ ട്രൈങ് ടു കൺസിസ്റ്റന്റ്ലി ഡു ഓവർ ദ പീരീഡ്. ആ ചേഞ്ചസിലേക്ക് നമുക്ക് എന്താ എത്തുക, ചേഞ്ചസ് ഒരു പരിധി വരെയെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്യാൻ നോക്കുക.
ഏത് ഏരിയയാണ് തുടങ്ങിയിട്ടിരിക്കുന്നത്, അടുത്ത വർഷം ഇതിലേക്ക് വരാനുള്ള സാധ്യത ഏതൊക്കെയായിരിക്കും, എന്തുമാത്രം ഉണ്ടായിരിക്കും, അതിലേക്ക് കുട്ടികൾ പ്രിപ്പയർ റെഡിയാക്കുക. ആൻഡ് ഐ തിങ്ക് ആ യു പി സിനെ നമ്മളൊരു പരിധിവരെ മിമിക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ടെസ്റ്റ് സീരീസ് ബെറ്റർ ആക്കാൻ പറ്റുന്നത്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ബീൻ ട്രൈങ് ടു ഗിവ് ടു ദ സ്റ്റുഡൻസ് ഓൾസോ. ഓക്കെ, ഞാൻ നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചിരുന്ന ചോദ്യമായിരുന്നു. ഐലേൺ ആക്ച്വലി 10th ആനിവേഴ്സറിയിലേക്ക് കിടക്കുകയാണ്. സോ ഈ 10ാം വാർഷികത്തിൽ ഐലേണിൻ്റെ നെക്സ്റ്റ് പ്ലാൻസ് എന്താണ് ടീച്ചേഴ്സ്? നമ്മൾ ഈ ഒരു 10 yearsൽ നമുക്കുണ്ടായ ഏറ്റവും വലിയ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എവറി സ്റ്റുഡൻറ്റ് ഈസ് യുണീക്ക്. മനസ്സിലാവും? അതായത് എല്ലാവർക്കും ഒരു പൊട്ടൻഷ്യലുണ്ട്. ഇഫ് ദേ റീച്ച് ദ റൈറ്റ് മെൻറ്റർ ആൻഡ് ദ റൈറ്റ് സിസ്റ്റം ദേ വിൽ ബി ഏബിൾ ടു ക്വാളിഫൈ. ഇപ്പം നമ്മുടെ ഒരു ജനറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു വൺ ഫിറ്റ് അപ്രോച്ചാണ്. നമ്മളൊരു കണ്ടൻറ്റ് കൊടുക്കുന്നു, എല്ലാവർക്കും ഒരു കോമൺ കണ്ടൻറ്റ് കൊടുക്കുന്ന അപ്രോച്ചാണ്. പ്രോബബ്ലി ഇപ്പം നമ്മുടെ AI കാലഘട്ടമാണ്. മനസ്സിലാവും? നമുക്ക് ടെക്നോളജിയും റൈറ്റ് പീപ്പിളും വെച്ചിട്ട് ഓരോ കുട്ടിയുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് കൂടുതൽ പേഴ്സണലൈസ് ചെയ്ത് ഗൈഡൻസ് കൊടുക്കുക എന്ന ഒരു ഡയറക്ഷനാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഓക്കെ, അപ്പം ചിലവർക്ക് ഒരു ടോപ്പിക്കിൽ എക്സ്ട്രാ വീഡിയോസിൻ്റെ ഒരു ആവശ്യം വരും, ചിലർക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യം വരും, ചിലർക്ക് എക്സ്ട്രാ മെൻറ്റർഷിപ്പ് സെഷൻസിൻ്റെ ആവശ്യം വരും. സോ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ പേഴ്സണലൈസേഷൻ എന്ന ഡയറക്ഷനിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ആസ്പയർ ചെയ്യുന്നത്. ബിഫോർ ഞാൻ ഈ ഒരു ഡിസ്കഷൻ കമ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എൻഡ് റിമാർക്സ് വേണം. ഈ എല്ലാം പുട്ടിൻ്റെ കൂടെ പീരിയഡ് എന്ന കണക്ക് ഒരു പിഞ്ച് ഓഫ് മോട്ടിവേഷൻ ഇസ് എ മസ്റ്റ് ഫോർ എവറി വീഡിയോ. അപ്പോൾ ടീച്ചർ സാറിൻ്റെ ഒരു എൻഡ് റിമാർക്സ് എന്താണ്? ആസ്പിറൻസിൻ്റെ ലാസ്റ്റ് മെസ്സേജ്. എൻഡ് റിമാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജേർണിയോട് നമ്മൾ ആത്മാർത്ഥമായി നിന്നാൽ ദിസ് ജേർണി ഈസ് ഗോയിങ് ടു ബി ആബ്സല്യൂട്ട്ലി ട്രാൻസ്ഫോർമേറ്റീവ്. നമ്മൾ പരീക്ഷ കയറുവോ കയറത്തില്ലയോ എന്നല്ല, കാരണം എൻ്റെ UPSC പ്രിപ്പറേഷൻ എന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ലൈഫിലൊരു ഡിഫിക്കൽട്ട് ഡിസിഷൻ എടുക്കുമ്പോഴും ഒരു ക്രൈസിലൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു പ്രിലിംസ് മെയിൻസ് ആ സ്റ്റേജ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിരിക്കണം. അതായത് ഈ പരീക്ഷ എഴുതി നമ്മൾ തോക്കുവാണെന്നിരിക്കട്ടെ, നമുക്കൊരിക്കലും റിഗ്രറ്റ് ഉണ്ടാവരുത്. കുറച്ചും കൂടെ അപ്പം നന്നായിട്ട് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ പാസ്സായനെ. ഞാൻ തോൽക്കുവാണെങ്കിലും ജയിക്കുവാണെങ്കിലും ഞാൻ കൺവിൻസ്ഡ് ആവുന്ന 100% കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യുക ആ ഒരു ഔട്ട്കമ്മിലേക്ക് എത്താൻ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ജേർണി, ഇൻ ദിസ് പ്രോസസ് വി നീഡ് ടു ബി 100% honest to ourselves. Okay, then irrespective of the outcome, this is going to be a very rewarding journey. Okay, എന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഐലേൺ ടീം. നിങ്ങളുടെ ഇനി അടുത്ത 6 month്സിലേക്കുള്ള പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഐലേണിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് അതിൻ്റെ സെക്കൻഡ് സൈക്കിൾ തുടങ്ങുന്നത് December 1 നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഹൈബ്രിഡായിട്ടും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കൂടാതെ IPTSൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ഒരു സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ്, അത് ഓപ്പൺ ടു ഓൾ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാം, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. അത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന Google ഫോമിൽ ഫിൽ ചെയ്യുക. സോ താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ. ബൈ.